മറ്റൊരാൾ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് MR അജിത് കുമാർ. അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഭരണപക്ഷത്തു നിന്നുള്ള MLA PV അൻവറും അതോടൊപ്പം തന്നെ പത്തനംതിട്ട SP-യുമാണ്. അതായത് പോലീസിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്നതിന്റെ ഒരു നേർസാക്ഷ്യം. പണ്ട് നമ്മൾ ഒളിഞ്ഞും മറഞ്ഞും പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒരു MLA-യും ഒരു SP-യും തുറന്നു പറയുകയാണ്, ഒരു സ്ഥിരീകരണമാണ്. ഇതൊക്കെയാണ് പോലീസിനുള്ളിൽ നടക്കുന്നത് എന്ന് കേരളം ലജ്ജിച്ച് നോക്കുകയാണ്. വാർത്താ പോലീസിന് ഡിസിപ്ലിൻ ഇല്ല എന്ന് ആണ് അതിന്റെ ഒരു ഡിസിപ്ലിൻ ഇല്ല. അതേ സമയത്ത് ഒരു ആരോപണം സർക്കാരിന്റെ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന SP-യുടെ ക്യാമ്പസിലുള്ള മരം മോഷ്ടിച്ചുകൊണ്ട് പോയി. അവിടെ തേക്ക് മരവും മറ്റൊരു മരവും അവിടെ വെട്ടിക്കൊണ്ട് പോയി ഫർണിച്ചർ ഉണ്ടാക്കിയെന്നും അതേപോലെ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയെന്നൊക്കെ ആരോപണമാണ്. അപ്പൊ അത് ശരിയായ ആരോപണമാണ്. ഈ ആരോപണം പരിശോധിക്കാൻ വേണ്ടി MLA ക്യാമ്പ് ഓഫീസിലേക്ക് എത്തുകയാണ്. MLA പറയുന്ന കാര്യം ശരി, മരം മുറിച്ചാൽ അതിന്റെ കുറ്റിയെങ്കിലും അവിടെ കാണുമല്ലോ. അത് നോക്കാൻ പോലും MLA സമ്മതിക്കുന്നില്ല. ഇത് ക്യാമ്പ് ഓഫീസ് ആണെന്ന് പറഞ്ഞു. ക്യാമ്പ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്ക് കൂടി പ്രവേശനമുള്ള ഓഫീസ് അല്ലേ? അതെ അതെ, അതുകൊണ്ട് MLA കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർ പൊതുപ്രവർത്തകരാണ്. സർക്കാരിന്റെ വക സ്ഥലത്ത് നിന്ന് മരം വെട്ടിക്കൊണ്ടുപോയ പോലീസ് ആയാലും ശരി, DGP ആയാലും ശരി, അതേപ്പറ്റി MLA അന്വേഷിക്കും, നാട്ടുകാരെ അന്വേഷിക്കും, അതിന്റെ പരിസരത്തുള്ളവരെ അന്വേഷിക്കും. അത് സർക്കാരും മുതലാണ്. അപ്പൊ അതുകൊണ്ട് MLA അതിനകത്ത് കുറ്റം പറഞ്ഞിട്ടില്ല. അദ്ദേഹം അത് പല സ്ഥലത്തും പറഞ്ഞിട്ട് അതിന്റെ നടപടിയൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് അവിടെ പോസ്റ്റർ എഴുതി അവിടെ കസേരയിട്ടങ്ങ് ഇരുന്നു. അൻവറിനെ പറ്റി വളരെയധികം വാർത്തകൾ അനുകൂലം പ്രതികൂലമായിട്ടും മോശമായിട്ടൊക്കെ ഒത്തിരി സമൂഹത്തിലുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്ത പ്രവൃത്തി സർക്കാരിന്റെ പ്രോപ്പർട്ടി പോലീസ് ഉദ്യോഗസ്ഥര് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അപ്പൊ അതേ സംബന്ധിച്ച് പത്തനംതിട്ട SP അത് വോയിസ് റെക്കോർഡ് മരം മോഷ്ടിച്ച് കടത്തി അത് ഫർണിച്ചർ ആക്കി ഡൈനിങ് ടേബിൾ ആക്കി മഹാഗണി അടക്കമുള്ള മരങ്ങളാണ്. അത് ഗുരുതരമായ ആരോപണമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ 18 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഫോൺ സംഭാഷണത്തിൽ ADGP-ക്കെതിരെ, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരെ ഒരു MLA-യും ഒരു SP-യും ഉന്നയിക്കുന്നത്. ശ്രീ ജോർജ് ജോസഫ്, അത് എത്രത്തോളം ഗുരുതരമാണ്? നോക്കൂ, അഴിമതി ആരോപണം. അതായത് ADGP അജിത് കുമാറിന്റെ ഭാര്യ സഹോദരന്മാർ ആണ് ഇവരെ ബിനാമിയായി പ്രവർത്തിക്കുന്നത്. അങ്ങനെ എത്ര ആരോപണങ്ങളാണ്. ഒരു യൂട്യൂബറുടെ കയ്യിൽ നിന്ന് കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി 2 കോടി ആവശ്യപ്പെട്ടു, 1.5 കോടി വാങ്ങി, 50 ലക്ഷം കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാങ്ങും. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ശ്രീ ജോർജ് ജോസഫ്. തീർച്ചയായിട്ടും ഗുരുതരമായ ആരോപണം. ഞാൻ അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചിലപ്പോൾ ഒരു കേസെടുത്ത് അന്വേഷിക്കേണ്ടി വരില്ലേ? ഇതെങ്ങനെ തീർത്തുവിടാനൊക്കില്ല. കാരണം ആ കേസെടുത്ത് അന്വേഷിക്കേണ്ടത് ആരാണ്? ഈ നമ്മുടെ സംസ്ഥാനത്ത് ഒരു DGP ഉണ്ടോ എന്ന് പോലും നമുക്ക് ചോദ്യം ചെയ്യേണ്ട അവസ്ഥയാണ്. എല്ലാം ഒരു പവർ ഗ്രൂപ്പായി മാറി. ഇപ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റിയിൽ കാണുന്ന പോലെ ഒരു പവർ ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുകയാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGP-യും ആണെന്ന് MLA പറയുകയാണ്. പിന്നെ ആര് കേസെടുത്തും ആരന്വേഷിക്കും? അല്ല, ഇവിടെ ADGP-യുടെ മുകളില് ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഒരു DGP ഉണ്ട്, ഒരു ചീഫ് സെക്രട്ടറി ഉണ്ട്, ആഭ്യന്തര സെക്രട്ടറി ഉണ്ടല്ലോ. 4 പേരുണ്ട് അതിന്റെ മുകളില്. അവരെ പറ്റിയൊന്നും ആരും പറയുന്നില്ല. അപ്പൊ അവർക്ക് നടപടി എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഈ ഫോൺ സംഭാഷണത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഫോൺ സംഭാഷണത്തിൽ എല്ലാം അദ്ദേഹത്തെ P ശശിക്ക് വേണ്ടിയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് വേണ്ടിയാണ് ADGP പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്. അത് ആ സംഭാഷണത്തിനകത്ത് ഒരു IPS-കാരന് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില വാക്കുകളുണ്ടായിരുന്നു. തനിക്ക് ഇനി 25 വർഷത്തോളം സർവീസുണ്ട്, സംസ്ഥാനത്തെ DGP ആവും, ഞാൻ DGP ആകുന്നതും വരെ ആ അൻവറിനോടൊരു വിധേയത്വം ഉണ്ടാവുമെന്ന് കമ്മിറ്റ് ചെയ്യുകയാണ്. ആരാണ് ഇവർക്കൊക്കെ IPS കൊടുത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരു IPS ഓഫീസർമാർക്ക് ഡിസിപ്ലിൻ ഉണ്ട്, IAS-കാർക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലെ വെട്ടിത്തുറന്ന് സാധാരണക്കാരൻ DGP റാങ്കിലെല്ലാം ADGP റാങ്കിലുള്ള ആളോട് ഒരു SP അങ്ങനെയല്ല സംസാരിക്കേണ്ടത്. എന്തിനും ശരി, ഈ ഒരു സംഭവത്തെ പറ്റി പൊതുവായിട്ടുള്ള ആരോപണം കേൾക്കുമ്പോൾ സംസ്ഥാനത്ത് പോലീസിൽ പ്രൊമോഷൻ വേണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ പണിയല്ല എടുക്കേണ്ടത്, പ്രീണിപ്പിക്കുകയാണ് വേണ്ടത്. MLA പ്രീണിപ്പിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് അപേക്ഷിക്കുകയാണ് സുജിത് ദാസ്. അതെ അതെ, ആ സംഭവം എന്തായാലും അതിനകത്തൊരു ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അൻവറിന്റെ ആരോപണത്തിൽ അവിടുന്ന് മരങ്ങൾ മോഷണം പോയി, 50,000 രൂപയുള്ള മരം പോയി, അതിന്റെ കുറ്റി കാണാനാണ് പുള്ളി പോയത്. അതിനോട് ആരും പ്രതികരിക്കുന്നില്ല. എന്തായാലും ശരി, ഈ ഒരു സംഭവം പോലീസിന്റെ ഡിസിപ്ലിൻ ഇല്ലാതെ പോയി. ADGP-യെ പറ്റിയും ഒരു SP അങ്ങോട്ടും ഇങ്ങോട്ടും അവരുമായി ചെളിവാരി എറിയുന്നത് ഒരിക്കലും നല്ലതല്ല. അതിനൊക്കെ വേറെ ചില മാർഗങ്ങളുണ്ട്. SPക്ക് ADGP-യെ പറ്റി ആരോപണം പറയണമെങ്കിൽ അതിന് വേറെ മാർഗം DGP-യുടെ തുറക്കാമല്ലോ. അങ്ങനെയാണ് അത് പോകുന്നത്. അല്ലാതെ അത് രാഷ്ട്രീയക്കാരുമായിട്ട് പങ്കുവെച്ച്
ഒരു ഭരണത്തിനെതിരായിട്ടോ ഡിപ്പാർട്ട്മെന്റിനെതിരായിട്ടോ താങ്കൾ പറഞ്ഞ ആ രീതി ഇപ്പൊ ഈ ഒരു മരം മുറിച്ചു കടത്തി അല്ലെങ്കിൽ അത് ഫർണിച്ചർ ആക്കി എന്നുള്ള ആരോപണം ആദ്യം ഉന്നയിച്ചത് പി വി അൻവർ MLA അല്ല, അവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അതിലെന്തെങ്കിലും നടപടി ഉണ്ടായില്ല. അത് അൻവറിനെ മറ്റു മാർഗം നോക്കേണ്ടി വരും ഇനി. കാരണം അതിന് തൽക്കാലം അവിടുത്തെ ജില്ലാ സെക്രട്ടറി വിളിച്ചപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയെങ്കിലും ആ ആരോപണത്തെ പറ്റി ഒരു പരാതി കൊടുത്താൽ കേസെടുത്തായിരിക്കും പറ്റില്ല MLA അല്ലേ. അപ്പൊ അത് നമുക്ക് നോക്കാം എന്താണ് ഇതിനകത്ത് നടന്നതെന്ന്. എന്തായാലും ഈ ആരോപണത്തിന് വിധേയനായ എഴുതിപ്പിക്കാനത് പങ്കുണ്ടോ എന്നറിയില്ല. കാരണം അവിടുത്തെ SP വസതിക്കകത്തുനിന്നുള്ള സ്ഥലത്തു നിന്നാണ് മരം മോഷണം പോയത്. അന്ന് അവിടെ SP ഇദ്ദേഹമായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ അദ്ദേഹം നിഷേധിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് രജിസ്ട്രാർ എന്ന് പറഞ്ഞ ആളാണ് അവിടുത്തെ. അതിനകത്ത് കരുമ്പുണ്ടോ ഇല്ലെന്ന് സർക്കാർ നോക്കണമല്ലോ, അല്ലെങ്കിൽ DGP നോക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നോക്കണം. ഇത്രയും വിവാദമായ കാര്യമാണത്. അപ്പൊ അത് വേറൊരു പബ്ലിക്കിന്റെ ഒരു ചെറിയ ഒരു മരക്കമ്പ് നമ്മൾ ഫോറസ്റ്റിൽ കയറി മുറിച്ചാലുള്ള വിവരം അറിയാമല്ലോ നമുക്ക്. എത്ര റിമാൻഡ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെ, നിയമം ഇത്ര പ്രബലമായി നിൽക്കുന്ന സംസ്ഥാനത്തെ ഇതുപോലുള്ള വളരെ സീരിയസ് ആയ ആരോപണം വരുമ്പം അത് സർക്കാർ നടപടിയെടുത്ത് അതിന്റെ ഫാക്ട് ഫൈൻഡിങ് ഒരു ഡിസിഷൻ പറഞ്ഞേ പറ്റുള്ളൂ, ഒരു എൻക്വയറി നടത്തിയേ പറ്റുള്ളൂ. അത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആരോപണം പ്രത്യാരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് വളരെ സീരിയസ് ആയ ഒരു ആരോപണം. സംസാരിച്ചതിന്